ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയമ്മ യക്ഷിവേഷം കെട്ടിയിട്ട് പ്രകാശന്റെ വീട്ടുപടിക്ക് വരെ എത്തി. പ്രകാശൻ നല്ല ഉറക്കമാണ്. ജനലിലൊക്കെ അത്യാവശ്യം നല്ല തട്ടും മുട്ടും ഒക്കെ നടത്തിയതിന് ശേഷം ലക്ഷ്മിയമ്മ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. പ്രകാശനാണെങ്കിലോ, ചേടാ ഇതാരെ ഈ സമയത്ത്, ഇനി വല്ല കാറ്റും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാതിൽ അടയ്ക്കാൻ ചെല്ലുന്ന സമയമാണ്. യക്ഷി രൂപത്തിൽ, അത് ഉഗ്രമായ ആ ഒരു രൂപത്തിൽ നമ്മുടെ ലക്ഷ്മിയമ്മ നിൽക്കുന്ന കാഴ്ച കാണുന്നത് പ്രകാശന് നല്ല പേടിയായി. ഇതെന്താ ദൈവമേ, ഇത് ഇവള് മരിച്ചുപോയതാണല്ലോ, ഇവൾ യക്ഷിയായിട്ട് മടങ്ങി വന്നോന്നൊക്കെ ആലോചിച്ച് പേടിച്ച് വിറച്ച് പ്രകാശൻ അവിടെ നിൽക്കുമ്പോൾ മൂങ്ങാ മുത്തശ്ശിയാണെങ്കിൽ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് അവൻ്റെ റൂമിലേക്ക് വരിക. എന്താടാ മോനെ, എന്താടാ പൊന്നു മോനെ, നീ എന്തിനാ പേടിച്ച് നിൽക്കുന്നത്? അമ്മേ അമ്മേ, ദേ അങ്ങോട്ട് നോക്ക്, അവിടെ ലക്ഷ്മി ഉണ്ടെന്ന് പറഞ്ഞു. എടാ, അവള് മരിച്ചു പോയതല്ലേ അമ്മേ? അവളല്ലമ്മേ, അവളുടെ പ്രേതമാണ് അവിടെ ഉള്ളതെന്ന് പ്രകാശം പറയുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ മൂങ്ങാ മുത്തശ്ശി അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് അവരെയും നമ്മുടെ ലക്ഷ്മി അമ്മ വിരട്ടുക. പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ തന്നെ ഭയമായി. അങ്ങനെ ആൾ കൂടുമെന്ന് ഉറപ്പായിരുന്ന സമയത്ത് ലക്ഷ്മി അമ്മ പതുക്കെ അവിടെ നിന്ന് മുങ്ങി. പിന്നീട് കാർത്തിക വന്നു. കാർത്തികയും വിക്രവും കൂടി വന്നിട്ട്, എന്താ ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എൻ്റെ പൊന്നുമോളെ, പ്രേതത്തെ കണ്ടടി, പ്രേതത്തെ കണ്ടു. പ്രേതോ? ഏത് പ്രേതം? എന്തൊക്കെയാ അമ്മുമ്മ ഈ പറയുന്നതെന്ന് പറഞ്ഞ് കാർത്തിക വിവരങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എൻ്റെ മോളെ, എടി ആ ലക്ഷ്മി ഉണ്ടല്ലോ. ഏത് ലക്ഷ്മി മോളെ? ഇവൻ്റെ മുൻ ഭാര്യയായിരുന്ന ലക്ഷ്മി. അപ്പം പ്രകാശൻ ഒന്ന് നോക്കി നമ്മുടെ മൂങ്ങയെ. എന്നിട്ട് പ്രകാശൻ പറഞ്ഞു, അമ്മേ എന്താ അമ്മേ ഇത്? എൻ്റെ പൊന്നു മോളെ, എനിക്കറിയത്തില്ല, ഞാൻ എന്തോ ഒരു നിഴൽ കണ്ടു, അത് കണ്ട് പേടിച്ചു പോയിടി. അപ്പം നമ്മുടെ വിക്രം ആണെങ്കിലോ, അതിനാണോ ഈ കിടന്ന് ബഹളം വെക്കുന്നത്? മനുഷ്യൻ്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് രണ്ടിനും വേറെ ഒരു പണിയില്ലെന്ന് ചോദിച്ചു. ദേ ഒരു കാര്യം ചെയ്യാം മോനെ പ്രകാശ, അമ്മ നിന്റെ കൂടെ തന്നെ കിടന്നേക്കാം, അമ്മയ്ക്ക് പേടിയുണ്ടടാ, ഇനി എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചാലോ. ആ ശരി ശരി, അമ്മ എൻ്റെ കൂടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. കാർത്തികയാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കണം. വേണ്ട മോളെ, മോള് സമാധാനമായിട്ട് പോയി കിടക്ക്. പിന്നെ ഇനി ഇതുപോലെയുള്ള സൗണ്ട് ഒന്നും കേട്ട് കഴിഞ്ഞാൽ മോള് താഴത്തോട്ട് ഇറങ്ങി വരാൻ നിൽക്കണ്ട, മോള് റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ് മൂങ്ങാമുത്തശ്ശി കാർത്തികയെ പറഞ്ഞു വിടുക. ഈ സമയം ദാ നമ്മുടെ വിക്രത്തിൻ്റെ അടുത്ത്, എൻ്റെ പൊന്നു മോനെ വിക്രമേ, എടാ ലക്ഷ്മി പ്രേതമായിട്ട് വന്നടാ, അവളെ അടാ മുത്തശ്ശിയും അതുപോലെ നിന്റെ അച്ഛനും കണ്ട് പേടിച്ചത്. ദേ അവൾ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങളെ രണ്ടുപേരെയും അവളുടെ കോമ്പല് കാണിച്ച് പേടിപ്പിച്ചു. ഞങ്ങൾക്ക് നല്ല പേടിയായി. ഇനി എന്ത് ചെയ്യും? നാളെ രാവിലെ തന്നെ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോകണം, എന്നിട്ട് ചരടൊക്കെ ജപിച്ചു കെട്ടണം. എൻ്റെ മോനെ ദേ പ്രത്യേകം സൂക്ഷിക്കണം. അവള് ജീവിതത്തിൽ അവളുടെ ആഗ്രഹങ്ങളൊന്നും തീരാണ്ട് മരിച്ചുപോയതാ. അതുകൊണ്ട് അവളുടെ ആ പ്രേതം ഇവിടെ മൊത്തത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. എൻ്റെ മോനെ നീ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പ്രകാശൻ ഇതൊക്കെ കേട്ടിട്ട്, ആ നാളെ തന്നെ പോവാമേ, അമ്പലത്തിൽ പോവാം. പിന്നെ ആകെയുള്ളൊരു സമാധാനം, അവൾ മൊഴി കൊടുക്കാൻ കോടതിയിൽ വരില്ലല്ലോ, അവൾ പ്രേതമായി പോയില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു പ്രകാശൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ കാർത്തികയും അതുപോലെ ലക്ഷ്മിയമ്മയും കൂടി കാണുക. എൻ്റെ അമ്മേ എന്തായിരുന്നു? പ്രകാശനും പ്രകാശൻ്റെ അമ്മയും പേടിച്ച് വരണ്ട് നിൽക്കുകയാണ്. വിക്രത്തിനോട് ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ രഹസ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് ലക്ഷ്മിയമ്മയെ തീർത്ത കാര്യമൊന്നും ഇവന്മാർക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി വളരെ സന്തോഷത്തിൽ നിൽക്കുക. അപ്പോൾ കാർത്തികയാണെങ്കിൽ എന്നാൽ ശരി, ഇനിയിപ്പോൾ അധികം നേരം വൈകണ്ട, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ നേരെ റൂമിലേക്ക് വരിക. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആഘോഷങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്ന കിരണിൻ്റെയും അതുപോലെ കല്യാണിയുടെയും ഒക്കെ വീടാണ്. അവിടെ വെച്ച് താരാൻറ്റി പറഞ്ഞു, മോനെ എനിക്ക് എൻ്റെ മോളെയും കൊച്ചുമോളെയും ഒക്കെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അവർ അപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ, എനിക്ക് അവരെ ഒന്ന് കാണാനുള്ള സാഹചര്യം മോൻ ഒരുക്കി തരുമോയെന്ന് ചോദിക്കുക. കിരണാണെങ്കിലോ, ആൻറ്റി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആ താരയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. താര എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ആൻറ്റി അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആൻറ്റി ടെൻഷനൊന്നും അടിക്കണ്ട, സമാധാനമായിട്ട് ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ താര കാത്തിരിക്കുക കൊച്ചുമോളെയും അതുപോലെ തൻ്റെ സ്വന്തം മോളെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളുമൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പുറത്ത് ദാ തീ പിടിച്ച് നടക്കുക നമ്മുടെ ശാരിക്ക് നല്ല ടെൻഷനുണ്ട്. ഈ കിരണിനും കല്യാണിക്കും ഒക്കെ എന്തിൻ്റെ കേടാ ഈ താരയെ അടിക്കടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്
അവളെ തൻ്റെ മകളെയും കൊച്ചുമോളെയും ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, എൻ്റെ മോളെങ്ങാനും ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ തീർന്നു. അവളുടെ അമ്മ ഞാനല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ. ഞാനിനി എന്ത് ചെയ്യും ദൈവമേ? എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്ന് കാണിക്കാമെന്നൊക്കെ ആലോചിച്ച് ശാരി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താ അമ്മയ്ക്ക് ഉറക്കമൊന്നും ഇല്ലേന്നും ചോദിച്ച് നമ്മുടെ ശാരിയുടെ അടുത്ത് വന്നു. എന്തിനാ മോളെ ഉറങ്ങുന്നത്? നീ നിന്റെ ഭർത്താവും കൂടി ഇപ്പം മത്താപ്പും പൂത്തിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഈ ബഹളമൊക്കെ കേട്ടിട്ട് എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങാനാ? ഒരു കാര്യം ചെയ്, മോളും മോളുടെ കെട്ടിയവനും കൂടി റൂമിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പം നമ്മുടെ മനു ആണെങ്കിലോ അധികം ഉറക്കം ഉളക്കണ്ട, ഇനി അച്ഛനെ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിച്ച പോലെ അമ്മയെ കൂടി ഷോക്ക് അടിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്ന മനുവിനെ രൂക്ഷമായിട്ട് നോക്കുക നമ്മുടെ ശാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടാ, എനിക്ക് ഭ്രാന്തില്ല, നീയൊക്കെ കൂടി എനിക്ക് ഭ്രാന്താക്കിയതാണ്. എൻ്റെ ഭർത്താവും നീയും ഒക്കെ ചേർന്നിട്ടാ എനിക്ക് ഇതുപോലെയുള്ള ഒരു അവസ്ഥയാക്കി തന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി എൻ്റെ മനുവേട്ടനെ കണ്ണു വെച്ച് കൊല്ലാൻ നോക്കണ്ട, ഞങ്ങൾ പോയി കിടന്നോളാന്നും പറഞ്ഞ് അവള് നേരെ റൂമിലേക്ക് പോവാ. അങ്ങനെ ഇവരൊക്കെ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ സമയത്ത് ബഗാസുരനാണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരനും ഉറക്കമില്ല. ശാരിക്ക് എന്നാലും എന്തു പറ്റി? ശാരിയുടെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവൾക്ക് എന്നോട് എന്തൊക്കെയോ ചില ദേഷ്യങ്ങളുണ്ട്. ഇപ്പം എന്നോട് മാത്രമല്ല, മനുവിനോടും ദേഷ്യമാണ്. മനുവിനെ നല്ല സ്നേഹത്തിൽ കൊണ്ടു നടന്നതല്ലേ, എന്നിട്ടിപ്പോൾ അവൾ എന്തിനാ മനുവിനെ വെറുക്കുന്നതെന്നൊക്കെ ഇവൻ ഇങ്ങനെ ആലോചിക്കുക. ഇനി അവൾ എന്തെങ്കിലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കാണുമോ? എന്തായാലും ശാരി ഉറങ്ങിയോന്നൊക്കെ ഒന്ന് നോക്കാനും പറഞ്ഞ് പുള്ളിക്കാരൻ റൂമിന് വെളിയിൽ ഇറങ്ങുക. ഈ സമയം ഉമ്മറത്ത് തന്നെ നമ്മുടെ ശാരി താരയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. താരയാണെങ്കിലോ ആംഗ്യത്തിലൂടെയൊക്കെ കാണിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ കൊച്ചുമോളെ കാണണം, എൻ്റെ പൊന്നു താര, നീ ദയവ് ചെയ്ത് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് ശാരി അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്ന ആംഗ്യത്തിലൊക്കെ അവളോട് മറുപടി പറയുന്നുണ്ടെങ്കിലും താര നിർബന്ധം പിടിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കണമെന്നൊക്കെ പറഞ്ഞ് താര ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പം നീ കാരണം ഈ വീട്ടിലിതാ വിഷമത്തിലായിരിക്കുന്നത് ഞാനാണ്. ദയവ് ചെയ്ത് ഇനി ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കരുത് താര. നിനക്ക് നിന്റെ കുഞ്ഞിനെ കാണണമെന്നൊക്കെ ആഗ്രഹം കാണും, പക്ഷേ ഞാൻ ഇത് എങ്ങനെയാ കൊച്ചിനെ കാണിക്കുന്നതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ മോളെങ്ങാനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളിത് ഏത് രീതി പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു താര ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞ് താരയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുക. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ബഗാസുരൻ അവിടെ അങ്ങനെ നിൽക്കുന്നു. ബഗാസുരന് ഏകദേശം കാര്യങ്ങളുടെ ഗതി പിടികിട്ടി. താര അവിടെ നിൽക്കുന്ന സമയം ശാരി നേരെ റൂമിൽ പോയിട്ട് സരയു ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ കുഞ്ഞിനെ പതിയെ കയ്യിലെടുത്ത് നമ്മുടെ താരയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുക. താരയ്ക്ക് വലിയ സന്തോഷമായിട്ടോ. താര കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതൊക്കെ കാണുമ്പോൾ ബഗാസുരന് പിടികിട്ടി. ഇവളെല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മുമ്മയാണ് താരയെന്ന് ഇവള് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുന്നതും. ഇപ്പം മനുവിനെ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങളും ശാരി മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മനുവിനോടുള്ള അവളുടെ സമീപനം ഇങ്ങനെ അല്ലായിരുന്നു. എന്തായാലും അതുകൊണ്ടായിരിക്കും അവൾ എന്നെ കത്തിയൊക്കെ ആയിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നത്. തക്കം കിട്ടിയാൽ അവൾ എന്നെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ ആലോചിച്ച് പേടിച്ച് വിറച്ച് നിൽക്കുക നമ്മുടെ ബഗാസുരൻ. അതിനുശേഷം താര കുഞ്ഞിനെ കണ്ട് അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ സരയു കുഞ്ഞിനെ തപ്പി നോക്കുന്നത്. തൊട്ടി കിടന്ന കുഞ്ഞിനെ കാണുന്നില്ല. മനുവേട്ട, ഒന്ന് എഴുന്നേറ്റ് മനുവേട്ട, കുഞ്ഞിനെ കാണുന്നില്ല മനുവേട്ട എന്നും പറഞ്ഞ് അവള് ബഹളം വെക്കാൻ തുടങ്ങി. ഈ സമയം മനു എഴുന്നേറ്റു. അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയുടെ അടുത്ത് കുഞ്ഞുണ്ടോന്ന് നോക്ക്. അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒക്കെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതായിരിക്കും. അങ്ങനെ ഇവര് കുഞ്ഞിനെ തപ്പി ഇറങ്ങി വരുന്ന സമയം ശാരിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് നമ്മുടെ സരയുടെ സമനില തെറ്റി. നിങ്ങൾക്ക് പ്രാന്തുള്ളതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കൊല്ലാനാണോ നോക്കിയെന്നൊക്കെ ചോദിച്ച് അവളുടെ ആ ഒരു സ്വഭാവം അങ്ങ് പുറത്തെടുക്കുക. അത് കാണുമ്പോൾ ശാരിക്ക് നല്ല സങ്കടമുണ്ട്. മോളെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലടി, നീ നല്ല ഉറക്കമായിരുന്നല്ലോ, കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് അമ്മ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇല്ല, ഇവരെൻ്റെ കുഞ്ഞിനെ എന്തോ ചെയ്യാൻ കൊണ്ടുപോയതാ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മനുവേട്ടനെ ഇഷ്ടമല്ല, അച്ഛനെ ഇഷ്ടമല്ല. സത്യം പറയും, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ എന്തോ
ചെയ്യാൻ കൊണ്ടുപോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവള് ബഹളം വെക്കാൻ തുടങ്ങിയതും ശാരി അങ്ങ് ദേഷ്യപ്പെടുക. നിന്നോടല്ലേടി ഞാൻ പറഞ്ഞത് നിന്റെ കുഞ്ഞ് കരഞ്ഞിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പോയതാണെന്ന്. ഇനി എന്നെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അടിച്ചിൻ്റെ ചെരുപ്പാക്കി അടിച്ചിൻ്റെ ഷേപ്പ് മാറ്റി കളയുമെന്ന് നമ്മുടെ സരയുടെ അടുത്ത് ശാരി പറയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ബഗാസുരനാണെങ്കിലോ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്ന ശാരിയുടെ ഈ ഒരു രൂപവും അതുപോലെ സ്വഭാവമൊക്കെ മാറിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. മൊത്തത്തിലെ കൺഫ്യൂഷനാണ്. അപ്പോൾ ഓക്കെ, നല്ല ദിവസം ആശംസിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.